let it bang, bang. അസ്സലാമലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു, നിങ്ങൾ എന്താ ഇപ്പോൾ വ്ലോഗൊന്നും ചെയ്യുന്നില്ലേ, നോമ്പായിട്ട് വ്ലോഗൊന്നും ചെയ്യണില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നോമ്പ് കഴിഞ്ഞിട്ടാണോ ചെയ്യാൻ പോണെന്ന്. അപ്പോൾ ഞാനിപ്പോ കുറെ പേർക്ക് അറിയുണ്ടാവും, ഞാൻ എന്താ പറയാ എന്റെ വീട്ടിലാണ്. അപ്പൊ എനിക്ക് എന്താ പറയാ ഇവിടെ വരുമ്പോ കുറച്ച് ബിസിയാണ്. അപ്പൊ വ്ലോഗ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാറും ഇല്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് പേര് ചോദിച്ചപ്പോ എനിക്ക് തോന്നി ഒരു വ്ലോഗ് ചെയ്തേക്കാം, എന്റെ വീട്ടിൽ വന്നിട്ടൊരു നോമ്പിന്റെ ഒരു വ്ലോഗ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു നോമ്പിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. ചെറിയ വീഡിയോ ആണ്, അങ്ങനെ കൂടുതലായിട്ട് അതുപോലെ കൂടുതൽ കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യണമൊന്നുമില്ല. ചെറിയൊരു വീഡിയോ ആണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാരും വീഡിയോ കാണാം. നിങ്ങളുടെ കമന്റ്സും ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് തരുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്നുകൂടെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യം തോന്നും. അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കുക കേട്ടോ. ഇതുപോലെ ഇൻസ്റ്റഗ്രാം ആയി കഴിഞ്ഞാലും വാട്സപ്പിലൊക്കെ എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ വരാറുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇപ്പൊ സമയം 3:30 മണിയാണ് കേട്ടോ. അപ്പൊ ഞാൻ അതേ ജ്യൂസിനുള്ള മാങ്ങയൊക്കെ കഴുകി ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയൊക്കെ നിസ്കരിക്കാണ് കേട്ടോ. അപ്പൊ അമ്മേന്റെ നിസ്കാരം കഴിയണവരെ വെറുതെ നിൽക്കണ്ടല്ലോ. അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്ന ഫുഡ് കബ്സാണ് കേട്ടോ. ചിക്കൻ വെച്ചിട്ട് കബ്സ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ വെച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ അടച്ച് വെക്കുകയാണ്, ജ്യൂസ് അടിക്കാൻ ടൈമിൽ എടുക്കാം. അപ്പോൾ അമ്മ നിസ്കരിക്കുന്നതിന് മുമ്പ് അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറിനുള്ള ചിക്കനും അതുപോലെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണിത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഉള്ളി കട്ട് ചെയ്യാണ്, വലിയ ഉള്ളിയാണ് കേട്ടോ. 1-2 ഉള്ളിയൊക്കെ മതി. കൂടുതൽ ഉള്ളി തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ഈ ഒരു കബ്സ ചോറിന്. അതായത് വലിയ ചിലവൊന്നും ഇല്ല, പക്ഷെ അരിക്കും കാര്യങ്ങളും കുറച്ച് വില ഉണ്ടാവും. പിന്നെ തക്കാളി നമ്മൾ ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇടാറ്. ഇത് വെറുതെ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഉമ്മാൻ്റെ ചെറിയ കൃഷി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നു മുമ്പ്, അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് എന്താ പറയുക ഇല പോലെ തന്നെ മുളക് അത്രയും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ തന്നെ ഈ സൈഡിലേക്ക് ഇപ്പോഴാണ് കേട്ടോ നോക്കണത്. അതേപോലെ തക്കാളി നന്നായിട്ട് പഴുത്ത് വരുന്നുള്ളൂ, ഒക്കെ മൂത്ത് വരുന്നേ ഉള്ളൂ. പുതിന ഇലയാണ്, മത്തൻ്റെ ഇലയാണ്. അതേപോലെ വൈറ്റ് കളറ് വഴുതനങ്ങ ഉണ്ട്, ഉണ്ടായി വരുന്നേ ഉള്ളൂ. അതേപോലെ ഈ ഒരു ലീഫ് തന്നെ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എവിടുന്ന് വരുന്നേ? എന്തേ അപ്പുറത്തുനിന്ന് എന്താ ഇതില് വരാൻ പറ്റില്ല? ചെരുപ്പ് അവിടെയാണ്. അപ്പൊ ഇനി കബ്സ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സ്പൈസസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇനി ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതേപോലെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഒക്കെ നമ്മളെപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്നവരില്ല, അപ്പോൾ നമ്മളിങ്ങനെ റെസിപ്പി ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അതേപോലെ ഉണക്കനാരങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആക്കി ഇറങ്ങുള്ളൂ. അതേപോലെ മാഗിയുടെ ആ ഒരു ക്യൂബ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ചിക്കൻ നന്നായിട്ട് വേവണ്ട, കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. പിന്നെ നമ്മൾ നേരത്തെ തക്കാളി ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ മല്ലിയിലയും പുതിനയിലയും ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റും അതുപോലെ പ്രത്യേകിച്ചൊരു റെഡ് കളർ വരികയും ചെയ്യും.
അപ്പോൾ ബാക്കിയുള്ള മല്ലിയിലും പുതിനയിലും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് വെന്തോട്ടെ, നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിടുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. അതുപോലെ നമ്മൾ കബ്സയിൽ കുരുമുളക് ഇടും കേട്ടോ. അത് ഫസ്റ്റിൽ തന്നെ ഇടും, പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുരുമുളക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഏതായാലും ചൂടായ വെള്ളമാണ്, അപ്പോൾ നമ്മൾ അപ്പം തന്നെ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അരി വെന്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ദമ്മിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കബ്സ മസാല ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് വെള്ളം തിളച്ചതിന് ശേഷമാണ് കബ്സ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് കബ്സ മസാല വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് വെന്തോട്ടെ, നമുക്ക് ആ സമയത്ത് വേറെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം വേവായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാല ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മസാല ആക്കിയിട്ട് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ സമയം ഞങ്ങൾ സമൂസ പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടോ. ഞങ്ങൾ ഇന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ അടുത്തുള്ളൊരു കടയിലത്താണ്. ബീഫ് സമൂസയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നേരത്തെ മാങ്ങയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെ അതുപോലെ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചോറൊന്ന് വെറുതെ ചെന്ന് നോക്കിയതാണ്, അടി പിടിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ ഒക്കെ നന്നായിട്ട് വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ദമ്മിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ ദമ്മിട്ട് പിന്നെ അടുപ്പിൽ തന്നെ വെച്ചില്ല, കാരണം നല്ല തീയായിരുന്നു. അപ്പോൾ ഇനി അടി പിടിച്ച് കരിയാനുള്ള സാധ്യത കൊണ്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇനി ചിക്കൻ ഏകദേശം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രൈ കൂടി ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അതേപോലെ ഫ്രൂട്ട്സും കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. കബ്സയിൽ ഒരുപാട് പീസ് ഇട്ട് കഴിഞ്ഞാൽ വെന്തുടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ പീസായിട്ട് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ കബ്സ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറ്. പിന്നെ അടുത്തത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാണ്. കൂടുതൽ ഫ്രൂട്ട്സ് ഒന്നുമില്ല, അതുപോലെ വത്തക്കയും പിന്നെ മുസമ്പിയും ആണ് കേട്ടോ എന്നുള്ള ഫ്രൂട്ട്സ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ചിക്കൻ ഇപ്പോൾ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി ബാക്കിയുള്ളത് കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 6:20 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജ്യൂസ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 6 പേരാണിട്ടുള്ളത്. അപ്പോൾ ഈ ജ്യൂസ് 6 ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഐസ്ക്രീം വെച്ചിട്ട് ഒരു ടോപ്പ് ലെയർ അങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. കാരണം മാങ്ങ ജ്യൂസ് എല്ലാവർക്കും ഇഷ്ടമല്ല, വെറും മാങ്ങ ജ്യൂസ് ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഐസ്ക്രീം ഇങ്ങനെ ടോപ്പിങ്ങിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മൾ അപ്പോൾ ഞാൻ വാനിലയുടെ ഐസ്ക്രീം ആയിട്ട് എടുത്തിട്ടുള്ളത്. വേറെ ഫ്ലേവേഴ്സ് ഒന്നും ഈ മാംഗോ ജ്യൂസിലേക്ക് ഇങ്ങനെ ആപ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വാനില ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് കുടിച്ചപ്പോൾ തോന്നി കേട്ടോ. അതേപോലെ മുകളിൽ ഇങ്ങനെ ചെറിയ പീസ് മാംഗോ ഇട്ട് എടുത്തിട്ട് നമ്മളൊന്ന് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണാനും അതേപോലെ കഴിക്കാനും നല്ല രസമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ വേറൊരു ലുക്കും, അതേപോലെ തന്നെ കഴിക്കാനും ഈ ഐസ്ക്രീമും അതുപോലെ തിക്കായിട്ടുള്ള മാംഗോ ജ്യൂസാണ്. അപ്പോൾ അതും രണ്ടും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയത് നമ്മൾ നന്നാരി സർബത്ത് ഉപയോഗിച്ചിട്ട് വെള്ളം, അതായത് വെള്ളം നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് ഒരു വെള്ളം പോലെ ഉണ്ടാക്കും. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നോമ്പ് തുറക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു നോമ്പിൻ്റെ വിശേഷം. ഇത് 11ാമത്തെ നോമ്പിൻ്റെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് വന്നിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ റാസി നോമ്പൊക്കെ ബാങ്ക് കൊടുത്തിട്ടില്ല, കുറേ നേരമായി ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ഓന് ജ്യൂസൊക്കെ കുടിച്ച് അഭിപ്രായം അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു, കാരണം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതാ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.